ഡൊണാൾഡ് ട്രംപ്, അതായത് എലക്റ്റഡ് അമേരിക്കൻ പ്രസിഡന്റ്, അതായത് വരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇറാൻ നയങ്ങൾ ഏകദേശം എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി ദ എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന മാഗസിൻ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ എങ്ങനെ ആയിരിക്കും നിങ്ങൾക്കറിയാം. ഡൊണാൾഡ് ട്രംപ് എടുത്തപ്പോൾ തന്നെ ചില ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ ടീം മേറ്റായിട്ട് മിഡിൽ ഈസ്റ്റ് ഏഷ്യ എൻവോയും ഇസ്രായേലി അംബാസഡറായിട്ടും അതേപോലെ എക്സ്റ്റേണൽ അഫേഴ്സ് സെക്രട്ടറി, ഫോറിൻ സെക്രട്ടറി ആയിട്ടൊക്കെ എടുത്തിരിക്കുന്നത് ഈ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്, അല്ല വലിയ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തവരെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇലോൺ മസ്ക് ഇറാൻ്റെ യുണൈറ്റഡ് നേഷനിലുള്ള അംബാസഡറെ കാണാൻ പോയി സംസാരിച്ചു. അപ്പം അതിനകത്ത് നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ്, അപ്പം അതിനെപ്പറ്റിയും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ നയങ്ങളിൽ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത് പറയുന്നത്, ഇറാൻ ഒരു കാരണവശാലും അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അതിൻ്റെ എല്ലാ സയൻറ്റിസ്റ്റുകളെയും പിരിച്ചുവിടണം. ഇതാണ് ഇവരുടെ ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഇറാനിൽ അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഇപ്പം നിങ്ങൾക്കറിയാവുന്നതാണ്, അവിടെ ഒരു സ്ത്രീ ഈ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത ശേഷം അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയും, അപ്പം അതിനുശേഷം നിങ്ങൾക്ക് മാസ അമീനയുടെ ഇഷ്യൂ അറിയാം, തട്ടമിടുന്നതിൻ്റെ മറ്റേ കറുത്ത ചാക്കിടുന്നതിനെതിരെയുള്ള അവിടുത്തെ പ്രക്ഷോഭം നിങ്ങൾക്കറിയാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പൂർണ്ണമായിട്ടും പറയുന്നത്, പൂർണ്ണമായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരു കാരണവശാലും അവിടെ മത പോലീസ് പാടില്ല, മത നേതാക്കളോ ഷിയ അഡ്മിനിസ്ട്രേഷൻ, അതായത് മതം അവിടെ ഭരിക്കാൻ പാടില്ല. ജനാധിപത്യമായിട്ട് വന്നിട്ടുള്ള ഒരു സർക്കാരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, അവർ തന്നെയാണ് ആ രാജ്യം ഭരിക്കേണ്ടത്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് പറയുന്നത്, ഇറാൻ നേരത്തെ നടത്തിയിരുന്ന പോലെ ഹിസ്ബുള്ളയെ പരിശീലിപ്പിക്കുക, അവർക്ക് വെപ്പൺസ് കൊടുക്കുക, അതേപോലെ തന്നെ ഹമാസിന് അവരെ പരിശീലിപ്പിക്കുക, വെപ്പൺ കൊടുക്കുക, ഹൂത്തികളെ ഇതേപോലെ അവരെ പരിശീലിപ്പിക്കുക, അവർക്ക് വെപ്പൺ കൊടുക്കുക. അതേപോലെ ഇറാഖിൽ 4-5 പ്രോക്സികളുണ്ട്, സിറിയയിലുണ്ട്. ഇതുമായിട്ടുള്ള മുഴുവനുമായിട്ടുള്ള ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുക. ഇതാണ് അടുത്തൊരു ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം നാലാമത്തെ ഡിമാൻഡ്, ഒരു കാരണവശാലും ഇസ്രായേലിനെ ശത്രു രാജ്യമായിട്ടോ അതിനെ അറ്റാക്ക് ചെയ്യാനോ ഒരു കാരണവശാലും ഇറാൻ തുനിയരുത്. ഇപ്പം 5ഓളം ഡിമാൻഡുകളാണ് ഇവർ വെക്കുന്നത്. ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ല എങ്കിൽ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, മറ്റുള്ള പത്രങ്ങളും പറയാൻ തുടങ്ങി, അതായത് പോളിസി മേക്കേഴ്സ് പറയാൻ തുടങ്ങി, പിന്നീട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ഇറാനിൽ ബോംബ് ചെയ്യുക. കാരണം ഇറാൻ്റെ പ്രതിരോധം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ബോംബ് ചെയ്തിട്ട് ആ റെജീമിനെ പുറത്താക്കുക, അതായത് ഷിയ ഭരണകൂടത്തെ ആദ്യം പുറത്താക്കുക. അതിന് പറ്റിയ സമയമാണെന്നാണ് മറ്റു പല എക്സ്പേർട്ടുകളും, മിഡിൽ ഈസ്റ്റ് എക്സ്പേർട്ടുകളും പല യൂണിവേഴ്സിറ്റിയിലെ പല സ്കോളേഴ്സും പറയുന്നത്. കാരണം അവിടെയുള്ള ജനങ്ങളിൽ 60 മുതൽ 70% അവിടെ ഷിയ അഡ്മിനിസ്ട്രേഷന് എതിരാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവിടെ ബോംബിംഗ് നടത്തുകയും ഇവരെ ഒഴിവാക്കുകയും ചെയ്താൽ അവിടെ പുതിയ ഭരണം നിലവിൽ വരികയും അത് സ്വതന്ത്രമായൊരു ഇറാനായി മാറുകയും ചെയ്യുമെന്നാണ് ഇവരുടെ എല്ലാം കണക്കുകൂട്ടൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് ട്രംപിൻ്റെ നയം എന്ന് പറയുന്ന, ആദ്യം ഇവരോട് സംസാരിച്ച് നോക്കും പല രീതിയിൽ. ഇപ്പോൾ ഹോസ്റ്റേജസിൻ്റെ ഡീൽ ഇവർ സംസാരിക്കുന്നുണ്ട്, എങ്ങനെയാണത് ഹമാസുമായിട്ട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. രണ്ടാമത്, ഇങ്ങനെയുള്ള ഒരു ചേഞ്ചസ് ഇറാനിൽ കൊണ്ടുവരണം, അതിന് പറ്റിയ ഭരണാധികാരികളാണ് അവിടെ ഉണ്ടാകേണ്ടത്. അല്ലാതെ മത പോലീസും മതഭരണം ഇറാനിൽ പാടില്ല. അതിന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോഴാണ് അതിന് പറ്റിയൊരു സാഹചര്യം എന്ന് പറയുന്നത്. വളരെ വർഷങ്ങൾക്ക് ശേഷം അവിടെയുള്ള ജനത ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. മതമായ രീതിയിൽ ആ ജനങ്ങൾക്ക് ജീവിക്കാൻ വെറുപ്പ് തോന്നുന്നു. ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും വളരെ കഷ്ടത്തിലാണ്. പിന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ അവർ ഏകദേശം 6 ലക്ഷം ബാരലാണ് അവർ ക്രൂഡ് എടുത്ത് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് വീണ്ടും കുറച്ചത് വീണ്ടും ചൈനയും മറ്റുള്ള രാജ്യങ്ങളെയും സമീപിച്ച്, കാരണം ഏറ്റവും കൂടുതൽ ചൈനയാണ് വാങ്ങുന്നത്. ഇത് താഴോട്ട് കൊണ്ടുവന്ന് പഴയതുണ്ടായിരുന്ന പോലെ 2 ലക്ഷത്തിലും 3 ലക്ഷത്തിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ ക്രൂഡിന് ഇവർക്ക് വിറ്റ് പണം കിട്ടുന്നില്ല എന്നുള്ള ധാരണയും വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം വല്ലാതെ നേരിടും.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസം ഉണ്ടായ വലിയ സംഭവങ്ങളാണ്. ആദ്യമായിട്ടാണ് ഇറാൻ്റെ ഭരണാധികാരികൾ പറയുന്നത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഒരു സംഭവമുണ്ട്, ഒരു കമ്മിറ്റിയുണ്ട്. കാരണം അവരാണ് ലോകത്തിലുള്ള ഈ അറ്റോമിക് എനർജി മുഴുവൻ മോണിറ്റർ ചെയ്യുന്നത്. അവരോട് പറഞ്ഞു അവർ ഇനിയും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം ശക്തമായ രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവരുടെ കൂടുതൽ എത്രമാത്രം എൻറിച്ച് യുറേനിയമുണ്ട് അത് പ്യൂരിഫൈ ചെയ്യാൻ അവർ തയ്യാറല്ല. അതായത് അവർ പറയുന്നത് ഇവിടെ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആൾക്കാർ വന്ന് ഒരു സെൻസറും ഒരു സർട്ടിഫിക്കേഷനും ഉണ്ടാക്കി അവരെ താറടിക്കരുത്. അവർക്കിനി ഫർദറായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഇതാണ് ആ മെസ്സേജിൽ നിന്നും കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ ആൾക്കാരെ അവിടെ ഇൻവൈറ്റ് ചെയ്തു, പക്ഷേ അവിടെ ഇൻസ്പെക്ടേഴ്സ് വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിന് തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് പൂർണ്ണമായിട്ടും ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ നിന്നും പിന്മാറണം. രണ്ടാമത് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ആ മിഡിൽ ഈസ്റ്റും വെസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അവരുടെ നയങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയുവാൻ സാധിക്കുന്ന ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഈ ട്രംപ് വരാൻ പോകുന്ന അഡ്മിനിസ്ട്രേഷൻ്റെ സീനിയറായിട്ടുള്ള ലീഡേഴ്സ്, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി, ഇവരൊക്കെ ജോർദാനുമായിട്ടും സൗദി അറേബ്യയുമായിട്ടും UAEയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. ഇതായിരിക്കും അവരുടെ ഇറാൻ പോളിസി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗദിയുമായിട്ട് ഇതിൻ്റെ ടോക്സ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ജനുവരിയിലാണ് ഇവർ അധികാരത്തിൽ കയറുന്നത്. അപ്പം അതിനു മുമ്പേ ഇതിൻ്റെ ഫർദറായിട്ടുള്ള നയവും പോളിസിയും ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. പിന്നീടുണ്ടാകാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്, ഇവരെല്ലാം പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വെസ്റ്റ് ബാങ്ക് അവരുടെ ഭാഗമാവുന്നു, ഈ വെസ്റ്റ് ഭാഗമാകുന്ന അനക്സേഷൻ ആ ഭാഗമായിട്ട് മാറുന്നു, ഗാസയിൽ നിന്നും പിന്മാറത്തില്ല. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് അനുയോജ്യമായ രീതിയിൽ വേണം ഇനിയും ഇറാൻ മുന്നോട്ട് പോകാൻ. അതേപോലെ ഹിസ്ബുള്ളയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. കാരണം ഇവർ ഫണ്ട് ചെയ്യുന്നത് ഖത്തറിനും വാൺ ചെയ്തിട്ടുണ്ട്. ഇവർ ഒരു കാരണവശാലും ഫെസിലിറ്റേറ്റ് ചെയ്യാനോ എൻ്റർടൈൻ ചെയ്യാനോ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം തയ്യാറാവരുത്. അതായത് ഇറാൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നിലപാടാണ് എടുത്തിരിക്കുന്നത്. അവിടുത്തെ റെജീം, അവിടുത്തെ ഭരണം മാറണം. അത് അവിടെ പ്രശ്നമുണ്ടാക്കുന്ന ഈ മിലിഷ്യ ഓർഗനൈസേഷന് ഫണ്ടിങ് ഇതോടുകൂടി നിർത്തലാക്കണം. പിന്നീട് അവിടെ സമാധാനം കൈവരുത്തുവാൻ വേണ്ടി ജനാധിപത്യ രീതിയിൽ അവിടെ സ്ത്രീകൾക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം. അതായത് സ്പിരിച്വൽ ലീഡേഴ്സ് അല്ല ഭരിക്കേണ്ടത്, ജനാധിപത്യത്തിലായിരിക്കണം ഭരിക്കേണ്ടത്. അതേപോലെ തന്നെ അവരുടെ ഓയിൽ ഫെസിലിറ്റി ഒന്നും ആക്രമിക്കത്തില്ല, സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് അത് എടുത്തു കളയാമെന്ന് വരെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനൊരു രീതിയിലുള്ള ഇറാൻ്റെ പോളിസി മാറ്റം വെസ്റ്റ് ഏഷ്യയിൽ വലിയ സമാധാനം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഇറാൻ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ അമേരിക്ക അവിടെ ബോംബ് ചെയ്യാതിരിക്കുകയുള്ളൂ. പക്ഷേ അവിടെ ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഈ റെജീം അവിടുന്ന് പോകും. ഈ അവിടുത്തെ ആത്മീയത ഷിയ ഭരണകൂടം തെറിച്ചു പോകും. അതിനേക്കാൾ ഉപരി അവിടുത്തെ പട്ടാളം നാശമായിട്ടാണ്. ഇപ്പോൾ പിഴ നാശമായി, വെപ്പൺസ് ഒന്നും ഇല്ലാത്തവരായി. ഇപ്പം ഇത് വേണോ, ഇതാണ്. കാരണം ഒന്നാമത് ചെയർ വേണോ, അതോ ഈ പറയുന്ന കാര്യങ്ങൾ ഡിമാൻഡുകൾ അംഗീകരിക്കുക, ഇതാണ് അമേരിക്ക കൊടുത്തിരിക്കുന്ന നയം. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡിസ്കഷൻ വളരെ റാപ്പിഡായിട്ട്, വളരെ ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ജാനുവരിയിൽ ട്രംപ് എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഡിസിഷൻ.